ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നും 10-ാം അധ്യായത്തിൽ നിന്നും ചില ആത്മീയ പാഠങ്ങൾ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില ആത്മീയമായ സത്യങ്ങൾ കൊരിന്ത്യ സഭയിലെ ദൈവമക്കളെ പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ അവിടെ പറയുന്നത്, ബുദ്ധി ഉപദേശത്തിനായി ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബുദ്ധി ഉപദേശത്തിനായി ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇപ്പോൾ ഇവിടെ ഇത് ധ്യാന വിഷയമാക്കാൻ കാരണം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ഇന്നത്തെ സഭയോടും പൗലോസ്ലീഹയ്ക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധിയോപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. എന്ത് വ്യക്തമാണ്! ഈ നവീകരണ സഭകൾ ഉൾപ്പെടെ ഇന്നത്തേതായ സഭയ്ക്കും പൗലോസ്ലീഹയ്ക്ക് ചില കർശനമായ നിർദ്ദേശങ്ങൾ തരുവാനായിട്ടുണ്ട്. ബുദ്ധി ഉപദേശം. 6-ാമത്തെ വാക്യം വായിച്ച്, 10-ന്റെ 6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പുരാതനമായ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി കണ്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത്. വായിച്ചോ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ തെറ്റായ പാതയിലൂടെ നാം മുന്നോട്ട് പോകാതെ സത്യപാതയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ പൗലോസ്ലീഹ തരികയാണ്. കോരിന്ത് പുരാതന ഗ്രീസിൻ്റെ കേന്ദ്രസ്ഥാനമാണ്. വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ്. വലിയൊരു വ്യവസായ കേന്ദ്രമാണ്. യഹൂദന്മാർ ഉൾപ്പെടെ വിവിധ മതത്തിലും സഭയിലുമുള്ളതായ മക്കൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അനേക ദേവന്മാരുടെ വലിയ വലിയ ക്ഷേത്രങ്ങൾ തലപൊക്കി നിൽക്കുന്നൊരു സ്ഥലമാണ്. അതേ സമയത്ത് തന്നെ ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ വഴിയിലൂടെയാണ് അവരുടെ യാത്ര. റോമ സാമ്രാജ്യത്തിൻ്റെ മായച്ചന്ത എന്ന് പോലും കൊരിന്ത്യ ദേശത്തെ വിളിക്കുന്നുണ്ട്. റോമ സാമ്രാജ്യത്തിൻ്റെ മായച്ചന്ത ഒരു മ്ലേച്ഛതയുടെ പര്യായമായിട്ട് പോലും കൊരിന്തിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്രകാരം പലപ്പോഴും വഴി തെറ്റി നടക്കുന്നവരോട് ചോദിക്കാറുണ്ട്, നീയും കൊരിന്തിനെ പോലെ ആയോ? മ്ലേച്ഛതയുടെ പര്യായം. അങ്ങനെ സകലവിധ അധപതനത്തിലും കൂടി കൊരിന്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പൗലോസ്ലീഹ കൊരിന്തിലേക്ക് ചെന്ന് 2-ാം മിഷണറി യാത്രയിൽ 18 മാസം 1.5 നീണ്ട വർഷക്കാലം ശ്രേഷ്ഠനായ പൗലോസ്ലീഹ അവിടെ താമസിച്ച് യവനന്മാരുടെയും യഹൂദന്മാരുടെയും എല്ലാം ഒരു സമ്മിശ്ര ജാതി ഒന്നിച്ച് താമസിക്കുന്ന അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു. അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വചനത്തിലൂടെ അവരോട് ഇടപെട്ടു. അതിൻ്റെ ഫലമായി അധപ്പതനത്തിൽ നിന്ന് അനേകര് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വന്ന് കരകയറാൻ തുടങ്ങി. അവിടെ മുതലൊരു വളർച്ച തുടങ്ങി. പക്ഷെ അധികനാൾ നിന്നില്ല. പിന്നീട് വലിയ ഒരു അധപ്പതനത്തിലേക്ക് പോയി. അവിടുത്തെ സഭ തന്നെ വിരൂപമാക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ്ലീഹ വളരെ അധ്വാനിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവമക്കൾ അധപ്പതിച്ച് ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും വഴിയിലേക്ക്
അഴിഞ്ഞു പോയല്ലോ, വിട്ടുപോയല്ലോ എന്നുള്ള വേദന പൗലോസ്ലീഹായ്ക്ക് വലിയ നൊമ്പരമായി. അവിടുത്തെ ജനത്തിൻ്റെ വഴിതെറ്റിയുള്ളതായ യാത്രയെക്കുറിച്ച് പലപ്പോഴും പൗലോസ്ലീഹായ്ക്ക് അറിവ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആ അറിവ് കിട്ടിയതിൻ്റെ ചിലർ എഴുത്തുകൾ എഴുതി, ചിലർ നേരിട്ട് വന്ന് പറഞ്ഞു, അങ്ങ് സ്ഥാപിച്ചതായ സഭയുടെ അവസ്ഥ ഇന്ന് ഇതാണ് എന്ന്. അതിൻ്റെ വെളിച്ചത്തിൽ പൗലോസ്ലീഹ എഴുതിയതായ ലേഖനമാണ് 1 കൊരിന്ത്യർ ലേഖനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെല്ലാമാണ് ആ സഭയ്ക്ക് ലഭിച്ചതായ ആത്മീയ നന്മകൾ? അതാണ് ആദ്യം പറയുന്നത്. എന്തെല്ലാം നന്മകൾ ലഭിച്ചു. പൗലോസ്ലീഹ അവിടെ ചെന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ചു. എന്തെല്ലാം സ്വർഗീയമായിരിക്കുന്ന ആത്മാവിൻ്റെ അനുഭവങ്ങൾ അവർക്ക് രുചിക്കാൻ സാധിച്ചു. 1-ാം അധ്യായം എടുത്ത് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസ്ലീഹായുടെ ഉള്ളം തൊട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി വലിയ മഴ പോലെ വർഷിച്ച് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടല്ലോ. നന്നായി നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതായ ദൈവം പ്രസാദിക്കുന്ന നിങ്ങളുടെ ജീവിതം കണ്ട് ഞാൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്നായിട്ട് ഓടിയവരായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. 2-ാമത്തെ കാര്യം വായിച്ച 6-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവർ വലിയ സമ്പന്നരായി തീർന്നു. എന്തിലാണ് സമ്പന്നരായി തീർന്നത്? വചനത്തിലും ദൈവികമായ പരിജ്ഞാനത്തിലും. ആത്മീയ മർമ്മങ്ങൾ അവർക്ക് വളരെ വ്യക്തമായി പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു. വചനം ധാരാളമായി അവരുടെ മേൽ ചൊരിഞ്ഞു. ദൈവികമായ പരിജ്ഞാനം അവർക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ കാര്യം എന്താണ്? അടുത്ത വാക്യം വായിച്ച 7-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ സന്തോഷത്തോടെ പറയുകയാണ്, നിങ്ങളുടെ വളർച്ച വളരെ അസൂയാവഹമാണ്. എല്ലാ കൃപകളും കൃപാവരങ്ങളും നിറഞ്ഞതായ ഒരു സഭയായിരുന്നത്. കൃപാവരങ്ങൾ നിറവായിട്ടുള്ളതായ ദൈവമക്കൾ ഒന്നിച്ച് താമസിക്കുന്ന, ആരാധിക്കുന്ന ഒരു കൂട്ടം. വീണ്ടും 7-ാമത്തെ വാക്യം തുടർന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ പ്രത്യാശയിൽ നിറഞ്ഞവരായിരുന്നു. ശരിയായൊരു കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരണം പൗലോസ്ലീഹ അവിടെ ഉയർത്തിയത് മറ്റൊന്നുമല്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന 1-ാം അധ്യായത്തിൽ തന്നെ പറയും. പിന്നെ ആരാണ് പ്രസംഗിച്ചത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഉത്തമമായ ബോധ്യമുള്ള പൗലോസ്ലീഹ കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൊരുക്കിയ രക്ഷയുടെ സന്ദേശം മാത്രം അവരുടെ മധ്യത്തിൽ ഘോഷിച്ചു. ദൈവത്തിനോ സ്തോത്രം. യേശു മരിച്ചു, കാർമടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗരാജ്യം മണവറ ഒരുക്കിയ ശേഷം വീണ്ടും വരും. ആ വരവിനായി ഒരുങ്ങി കാത്തിരുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ സമൂഹമായിരുന്നു കൊരിന്ത്യരെ സഭ. വീണ്ടും വായിച്ച് 9-ാമത്തെ വാക്യം വായിച്ച്. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരു സത്യത്തിന്റെ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരാണ്. നമ്മുടെ കൂട്ടായ്മയെ പിതാവാൻ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. പേരിന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവായി യേശുക്രിസ്തു നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. കൂട്ടായ്മയുടെ സന്തോഷവും അതിൻ്റെ മാധുര്യവും അനുഭവിച്ച ദൈവമക്കളാണ്. ഇതിലപ്പുറം ദൈവമക്കളെ എന്നാ വേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. പക്ഷേ പിന്നീട് അവരുടെ അധപ്പതനം തുടങ്ങി. വാസ്തവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. അത് പറയാൻ എനിക്ക് വളരെ വേദനയുണ്ട്. ഞാനിത് പറയുമ്പോൾ കൊരിന്ത്യരെ കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ടല്ല ബലഹീനായി ഞാൻ ഈ കാര്യം പറയുന്നത്.
ഞാനും ഒരു സത്യത്തിൻ്റെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നമ്മെ നടത്തിയില്ലേ? നിറപടിയായി വചനം നമുക്ക് കിട്ടിയില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ദൈവീക വരമുള്ളതായി ദൈവമക്കൾ നമുക്ക് നേതൃത്വം നൽകിയില്ലേ? ദൈവത്തിന് സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം കേന്ദ്രീകരിച്ച് വചനം തരുന്നായ ഒരു ദൈവീകമായ അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നില്ലേ? ആയിരക്കണക്കിന് ആളുകളുടെ മാനസാന്തരം നമ്മൾ കണ്ടു. അത് നിലനിൽക്കണമെന്നാണ് അടിയൻ്റെ ആഗ്രഹം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കോരിന്ത്യ സഭയിൽ പിന്നീട് വന്നായ അധപതനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് വേദനയോടെ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വലിയ തകർച്ചയോ അധപതനോ വന്നു എന്നൊന്ന് വിധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഭാഗം ധ്യാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബുദ്ധിയുപദേശനായി അന്ന് പൗലോസ് പറഞ്ഞു, ഇന്ന് നമുക്കും ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൗലോസ് വീണ്ടും എടുത്ത് പറയുകയാണ്, മക്കളെ, കോരിന്ത്യ സഭയിലെ ദൈവമക്കളെ സ്നേഹവാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആദിമ നൂറ്റാണ്ടിൽ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചതായ സ്വർഗീയ നൽവരങ്ങൾ അനുഭവിച്ചവരല്ലേ നിങ്ങൾ? 10-ാം അധ്യായം എടുത്തേ 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവർക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്കും ചില ആത്മീയമായ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽവരങ്ങളും ലഭിച്ചില്ലേ? പൗലോസ് ചില കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിച്ച ആത്മീയ നന്മകളെക്കുറിച്ച് അവരെ വീണ്ടും ഓർപ്പിക്കുകയാണ് പൗലോസ്. വായിച്ചേ 10-1. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ആ പകൽ പൊള്ളുന്ന വെയിലാണ്. സോളറൈസേഷൻ, സൂര്യാഘാതമേറ്റ് പലപ്പോഴും മരുഭൂമി യാത്രയിൽ പലരും മരിക്കാറുണ്ട്. എന്നാൽ ദൈവം വിളിച്ചിറക്കിയതായ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ സ്തോത്രം മേഘസ്തംഭത്തിൻ്റെ തണലിൽ ഒരു മരത്തിൻ്റെ ശീതള ഛായയിൽ യാത്ര ചെയ്യുന്ന പോലെ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തെയാണ് ഇത് കാണിക്കുന്നത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ അവർ നടന്നു. വായിച്ച് 1 കോരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 കോരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. നമ്മളത് വായിച്ചല്ലോ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് തന്നതായ അനുഗ്രഹങ്ങളും നടത്തിപ്പും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ തണൽ പറ്റി നടന്ന ഒരു കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ ഈ തണലെന്ന് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിനകത്തേക്ക് ഓടി വരും. ദൈവത്തിന് സ്തോത്രം. ഒരു തണലിൽ ഞാൻ നിൽക്കണമെങ്കിൽ ദൈവമക്കളെ, ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യൻ, പൊള്ളുന്ന ചൂട്, പക്ഷെ എനിക്ക് നല്ല തണൽ. എന്താ കാരണം? ആരോ എനിക്ക് ഈ ചൂട് തട്ടാതെ തണൽ തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ വ്യക്തി നടന്നു പോകുന്നു, അതിൻ്റെ തണലിലൊരു കൊച്ചു അതിൻ്റെ നിഴലിൽ നടന്നു പോകുന്നു. വെയിലില്ലാഞ്ഞിട്ടല്ല, ആ വെയിൽ തട്ടുന്നത് ആ വ്യക്തിയുടെ മേലാണ്. കൊച്ചിന് ദൈവത്തിന് സ്തോത്രം ചൂടേക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിലാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ നമ്മളെ ദൈനംദിനം നടത്തിയതായ വിധങ്ങളെ ഞാൻ ഓർക്കുന്നു. യേശു വെയിൽ കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ പൊള്ളലേറ്റു. ഹല്ലേലൂയ. അവൻ ശിക്ഷയേറ്റു, നിന്നയേറ്റു. എനിക്ക് തണൽ തരാൻ, എനിക്ക് സൗഖ്യം തരാൻ. 2-ാമത്തെ വാക്യം എന്താണ്? 10-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം വായിച്ച് 10-2. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്. 2-ാമത്തെ കാര്യം പൗലോസ് ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനില്ലേ മക്കളെ എന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്ത് വലിയ പോരാട്ടങ്ങളുണ്ടായി, വലിയ വലിയ എതിർപ്പുകളുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും അശുദ്ധിയുടെയും വഴിവിട്ട് സത്യത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ വിശുദ്ധിയുടെ പാതയിലേക്ക് വന്നപ്പോൾ അനേകർ എതിർത്തു. വലിയ പീഡകളെല്ലാം നിങ്ങൾക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ച് ഇസ്രായേൽ മക്കൾ മേതാളിച്ചൊഴുകുന്നായ ദൈവത്തിന് സ്തോത്രം ആ ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുകയാണ്. വലിയൊരാരവാരം കേൾക്കാം. ഇതാ ഫറവോൻ്റെ സൈന്യം ഓടിയെത്തുന്നു. മുന്നോട്ട് പോകാൻ ഒരടി പോലും വയ്ക്കാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം വലിയ ആ വെള്ളം പൊങ്ങി നിൽക്കുന്നു. എന്തു ചെയ്യും? ഭയപ്പെട്ടതായ
ഒരടിയെടുത്ത് മുന്നോട്ട് വെച്ച് യാത്ര ചെയ്യാൻ സാധ്യമല്ലാത്ത രംഗങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ച് ഓർക്കുന്നില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ ശോധനകൾ, വലിയ വേദനകൾ, വലിയ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, വലിയ രോഗങ്ങൾ, ഒരു തരത്തിലും മുന്നോട്ട് ഗതി കിട്ടാത്തതായ രംഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഹല്ലേലൂയ. അത്ഭുതകരമായി ചെങ്കടൽ പിളർന്ന് ചെങ്കൽപ്പാതി ഒരുക്കി സമാധാനത്തോടെ അക്കരെ കടക്കുവാൻ അരുമനാഥൻ്റെ ശക്തിയുടെ വ്യാപാരം നിങ്ങൾ രുചിച്ചതല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ആ സഹായിച്ചതായ കർത്താവിൻ്റെ കരം, ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങളെ നടത്തിയത് ഓർക്കുന്നില്ലേ? നന്ദിയോടെ സ്തോത്രം. വായിച്ചേ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്. എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്ന്. അടുത്ത വാക്യം വായിച്ചു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ദൈവത്തിന്റെ സ്തോത്രം. സ്നാനമേറ്റു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, വിഗ്രഹാരാധന വിട്ടു, ദുർനടപ്പ് വിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ആ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ജാതികളായിരുന്ന നിങ്ങൾ സ്നാനമേറ്റ് പരിശുദ്ധമായിരിക്കുന്ന സഭയോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷയുടെയോ സ്നാനം എന്ന് പറയുന്നതായ കർമ്മത്തിൻ്റെയോ കാര്യമല്ല പറയുന്നത്. എന്താണ് സ്നാനമെന്ന് പൗലോസ്ലീഹ അന്ന് അവരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം ഒന്ന് എടുക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങളാരും ഉദ്ദേശിക്കുന്നതായ ഒരു വെള്ളത്തിൽ മുങ്ങുന്ന കാര്യമല്ല പൗലോസ്ലീഹ ഇവിടെ സ്നാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ നദിയിൽ കൂടി കടന്നത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. പൗലോസ്ലീഹ പഠിപ്പിച്ച സ്നാനം എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ച് വലിയൊരു മർമ്മം അവിടെയുണ്ട്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. യേശുക്രിസ്തുവിനോട് ചേരുന്ന സ്വർഗീയമായ പ്രക്രിയയാണ് സ്നാനം എന്ന് പറയുന്നത്. വായിച്ചോ. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പങ്കാളികളാകാൻ. ദൈവത്തിന്റെ സ്തോത്രം. വായിച്ച് തുടർന്ന് വായിച്ച്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നു. കർത്താവായ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിനോട് കബറടക്കപ്പെട്ടു. അടുത്ത വാക്യം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നിങ്ങളൊന്ന് വ്യക്തമായി കേക്ക് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ മർമ്മം നിങ്ങൾക്ക് ഒന്ന് പൊരുൾ തിരിച്ചു തരാനായിട്ട് ഇതിന് കൊതിയുണ്ട്. എന്താണ് സ്നാനം എന്ന് പറയുന്നത്? അത് ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഒരു കർമ്മ പരിപാടിയല്ല. അത് പേരിന് മാത്രമുള്ളതൊന്നുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനോട് പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യൻ പറ്റിച്ചേരുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിനോടുകൂടി മരിച്ചു, യേശുക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സ്വർഗീയ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന സ്നാനം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നല്ലോ. നിങ്ങൾ ജാതികളുടെ ആരാധന വിട്ട് നിങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന സഭയോട് ചേർന്നല്ലോ. കർത്താവായ യേശുക്രിസ്തു തലയും നിങ്ങൾ ആ തലയോട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ഒരു ദൈവത്തിൻ്റെ സഭയായി നിങ്ങൾ മുന്നോട്ട് ആരാധനയിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയല്ലോ. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച്. 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന്. വളരെ വ്യക്തമാണ്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുത്ത കാര്യം ഇവരെ ഇപ്പോൾ ഈ കോരിന്ത സഭയെ ഓർപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അന്ന് അവർക്ക് മന്ന കിട്ടിയതുപോലെ ജീവൻ്റെ വചനം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ കാൽവറിയിലേക്ക് നോക്കി. നിങ്ങൾക്കൊരപ്പം കിട്ടിയില്ലേ? ഏതാണ് ഈ അപ്പം? യോഹന്നാൻ ശ്രീ വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. അതെവിടെയാണ് നമുക്ക് നുറുക്കി കിട്ടിയത്? ഞാൻ വളരെ ഭയത്തോട് വേദനയോട് കൂടിയാണത് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്താമോ? കാൽവറിയിൽ എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട് രക്തമാർന്നൊലിച്ച് കിടക്കുന്ന ജീവൻ്റെ അപ്പം നിങ്ങൾക്കൊന്ന് കാണാമോ? നന്ദിയോടെ സ്തോത്രം. എൻ്റെ പൊന്നു കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ജീവശരീരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർത്ത് നുറുക്കി തന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറിയപ്പോൾ, ആണി കൊണ്ട് തുളച്ച് കയറ്റിയപ്പോൾ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളിൽ അതെനിക്ക് വേണ്ടി മുറിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തു വന്നു? ദൈവത്തിന് ചങ്ക് പൊട്ടി തിരുവിലാവ് ഒഴുകി കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാമോ? ആ പാനീയം നിങ്ങൾ കുടിച്ചില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആ തീക്കൽ പാറയിൽ നിന്ന് അന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ട് ജനത്തെ
പുഷ്ടിയോടെ നടത്തിയതുപോലെ കാൽവറിയിൽ ഒരിക്കലും വറ്റാത്ത നീരുറവ വിശ്വാസികളായ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആ ചങ്ക് തുറന്ന് തന്നില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ആ ഉറവയിൽ നിന്ന് കുടിച്ചുകൊണ്ടും ആഹരിച്ചുകൊണ്ടും ദൈവത്തിന് സ്തോത്രം അതിന് രുചി അനുഭവിച്ചുകൊണ്ടും ആ ജീവൻ്റെ ചൈതന്യം രുചിച്ചുകൊണ്ടുമാണ് പാവപ്പെട്ട അടിയനത് പറയുന്നത്. ഞാൻ ഇന്നും ജീവിക്കാൻ കാരണം, സജീവമായി ദൈവത്തിന് സ്തോത്രം പ്രത്യാശയോടെ നിൽക്കാൻ കാരണം, ഒരു വിലാവ് എനിക്ക് വേണ്ടി തുറന്നു, ഒരു വറ്റാത്ത നീരുറവ് എനിക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. അതൊരിക്കലും വറ്റിപ്പോയിട്ടില്ല. അത് ജീവജലം ഒഴുകി വരുന്ന ജീവൻ്റെ ഉറവിടമാണ്. ഹല്ലേലൂയ. അതെനിക്ക് മറക്കാൻ വയ്യാത്തതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവരക്തത്തിൻ്റെ ഒഴുക്കാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഈ ആത്മീയ പാനീയം നിങ്ങൾ കുടിച്ചതല്ലേ? ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആ കാൽവറിയിൽ നുറുക്കപ്പെട്ട അപ്പം നിങ്ങൾ കഴിച്ചില്ലേ? ഈ ക്രൂശിനല്ലേ ഞാൻ ഉയർത്തി കാണിച്ചത്? നന്ദിയോടെ സ്തോത്രം. വേറെ ഒന്നും എൻ്റെ വചനത്തിലുണ്ടായിരുന്നില്ലല്ലോ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം ഞാൻ അറിഞ്ഞു, നിങ്ങളും അതുമാത്രം അറിഞ്ഞു ജീവിക്കണം എന്നാണ് ആഗ്രഹം. ദൈവമക്കൾ അനുഭവിച്ചതായ സ്വർഗീയമായ നന്മകളെക്കുറിച്ച് ആ ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ചരിത്രം വിവരിച്ചുകൊണ്ട് ഈ ഓരിന്ത്യ സഭയെ പൗലോസ്ലീഹ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. 10:4 വീണ്ടും വായിച്ച്. 10:4. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. വായിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറ. ദൈവത്തിനോ സ്തോത്രം. അതിൻ്റെ മർമ്മം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? പാറ നിങ്ങൾ എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ പുറയിലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ വൻപൻ മലകളും പാറകളും കാണാം. അത് ചലനമറ്റതാണ്, അത് അനങ്ങാപ്പാറകളാണ്. നന്ദിയോടെ സ്തോത്രം. പക്ഷേ എന്നെ നടത്തുന്ന പാറ അത് അനുഗമിക്കുന്ന പാറയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്തോത്രം. അത് അനങ്ങാപ്പാറയല്ല, അനുഗമിക്കുന്ന പാറയാണ്. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പാറമേൽ, ദൈവത്തിൻ്റെ സ്തോത്രം, ഈ വചനമാകുന്ന പാറമേൽ, യുഗങ്ങളുടെ പാറയായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ആകുന്ന ആ ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനപ്പെട്ട ജീവിതം നിങ്ങൾക്കൊരു സമയത്ത് ഉണ്ടായിരുന്നില്ലേ? അതിലേക്കല്ലേ വചനം നിന്ന്, പ്രബോധനം തന്ന് ഞാൻ നിങ്ങളെ നടത്തിയതും നയിച്ചതും. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഇളകാത്ത പാറയിൽ നിന്നുകൊണ്ട്, ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച നല്ല കാലങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത്രയുമെല്ലാം നന്മകളും സ്വർഗീയമായിരിക്കുന്ന അനുഭൂതികളും രുചിച്ച ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ എന്തായി ദൈവമക്കളെ? ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതം മറുതലിക്കുന്ന ജീവിതമായി മാറി, ഒരു അവിശ്വാസമുള്ള തലമുറയായി മാറി. വിഗ്രഹസഭയിലേക്ക് അവർ പോയി, കാളക്കുട്ടിയെ അവർ വാർത്തു. ദൈവത്തോടും ദൈവം നടത്താൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്തോടും മറുതലിക്കാനും മത്സരിക്കാനും ചോദ്യം ചെയ്യുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് എടുത്തു പറയുന്നൊരു വാക്യമുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. വേദനയോടുകൂടി മാത്രമേ ഒരു ദൈവ ഇതളത് വായിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം വായിച്ചേ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എല്ലാവരും ഇത് ചെവി തുറന്ന്, ഞാൻ പറയും, ചങ്കു തുറന്ന് കേട്ടെ. ഇതൊരു വേദനയുടെ ശബ്ദമല്ലേ? പൗലോസ് കോരിന്ത്യ സഭയോടാണ് പറയുന്നത്, ഇസ്രായേൽ മക്കളോടല്ല. ദൈവത്തിന് സ്തോത്രം. ആ പുതിയ യെരൂശലേം മക്കളോടാണ് ഈ പറയുന്നത്. എന്താണ് പറയുന്നത്? എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്യം വായിച്ചേ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? ദൈവത്തിന് അന്ന് കോരിന്ത്യ സഭയെ വളരെ ഗൗരവത്തോടെ തർജ്ജനം ചെയ്ത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞതുപോലെ പാവപ്പെട്ട അടിയനും ദൈവത്തിന് സ്തോത്രം അതേ ആത്മാവിൽ മാത്രം ആരാധിച്ചുകൊണ്ട് ദൈവത്തെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളും ഇത് അറിയാതിരിക്കരുത്. സഹോദരി സഹോദരന്മാരെ, ഒന്ന് തിരിഞ്ഞു നോക്കുമോ? ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ പണമിടപാടുകൾ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ഓരോ അവയവത്തിൻ്റെയും ചലനത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ വാക്കിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ, പ്രസാദിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും ദൈവം നോക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നതാണോ? ദൈവത്തിന് സ്തോത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് കർത്താവിനെക്കുറിച്ച് പരിശുദ്ധ ആരംഭത്തിലും ഒടുക്കത്തിലും സാക്ഷിച്ചതുപോലെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നല്ലവനായിരിക്കുന്ന കർത്താവ് സാക്ഷിക്കുമോ?
ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. നമുക്കൊരു സാധന പാഠമാണ്. നമ്മൾ തുടർന്ന് ചില കാര്യങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? അവർ മരുഭൂമിയിൽ പട്ടുപോയി. സ്വർഗീയ കനാനിൽ അവർക്ക് എത്താൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. അതുപോലെ നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രക്തം പുരണ്ടതായിരിക്കുന്ന ഈ വചനം നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. തെറ്റുപറ്റിയെന്ന് ബോധ്യമുള്ള ദൈവങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? പിന്മാറിപ്പോയി എന്ന് ബോധ്യമുള്ള ദൈവങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? സത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും ക്രൂശിൻ്റെ പാത വിട്ട് ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും അശുദ്ധിയുടെയും വിശാലമായിരിക്കുന്ന പാതയിൽ കൂടെ ഞാനിപ്പോൾ അഴിഞ്ഞാടി നടക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. കാൽവറിയിലെ സ്നേഹം നിങ്ങളെ ഇപ്പോൾ ഒന്ന് മടങ്ങി വരുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആർക്ക് മുടിയനായ പുത്രനെ പോലെ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാം. ഞാൻ എണീറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. നിങ്ങൾ ക്രൂശിലേക്ക് മടങ്ങി വരിക. രക്തം ഗുണകരമായി സംസാരിക്കും സ്വർഗീയമായിരിക്കും നിമിഷമാണ്. പാപമോചനം ഒഴുകി വരുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപബോധവും കുറ്റബോധവും അനിതലാപത്തിലേക്ക് നയിക്കട്ടെ. ഒരു പുതിയ അധ്യായം തുടങ്ങാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, നല്ല തുടക്കമായിരുന്നു. പക്ഷേ ഇടുക്കവും ഞെരുക്കുമുള്ള പാതയിലൂടെ ക്രൂശിനെ നോക്കി ഞാൻ യാത്ര ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ ക്രമേണ ദൈവത്തിൽ നിന്നകത്ത് ഇരുട്ടിലേക്ക് പോയല്ലോ കർത്താവേ. ഞാൻ പാപവഴികളിലേക്ക് പോയല്ലോ കർത്താവേ. ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വറ്റി വരണ്ട് ദൈവത്തിന് സ്തോത്രം ആത്മാവിൽ ജീവനില്ലാതെ കിടക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം എന്നോടൊന്ന് കരുണ തോന്നണമേ. ഹല്ലേലൂയ. എനിക്ക് രണ്ടാമതൊരു ചാൻസ് തരണമേ കർത്താവേ. ഞാനിതാ മടങ്ങി വരുന്നു. മുടിയൻ പുത്രനെ പോലെ ഞാനിതാ മടങ്ങി വരുന്നു. എന്നെ ഒന്ന് കൈക്കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മനസ്സലിയണമേ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ബന്ധനകെട്ടുകളെല്ലാം ഒന്ന് പൊട്ടിക്കണമേ. പാപക്കറകൾ കഴുകണമേ. നരകയാതനയിലേക്ക് എന്നെ തള്ളിവിടരുത്. സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കോണം കൃപ വന്ന് സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.